എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. അമ്പുമല നഗറിലെ ആദിവാസി കുടുംബങ്ങളുടെ ദുരിത ജീവിതത്തിന് എന്ന് പരിഹാരമാകും? സ്വന്തം വാസസ്ഥലത്തേക്ക് ഒരു റോഡ് പോലുമില്ലാതെ 12,000 ഉൾവനത്തിലെ ആദിവാസി നഗറിൽ ജീവിതത്തിന്റെ ദുരിതവുമായി കഴിയുന്നത് പണിയൂർ വിഭാഗത്തിലെ 26 കുടുംബങ്ങളാണ്. ഇന്നലെ അമ്പുമല നഗറിൽ മരണപ്പെട്ട ചെറിയ ചെമ്പന്റെ മൃതദേഹം മരക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ മഞ്ചലിൽ 2 കിലോമീറ്റർ ദുർഘടപാതയിലൂടെ ചുമന്നാണ് പോലീസുകാരും വനപാലകരും ട്രോമാ കെയർ പ്രവർത്തകരും ആദിവാസി വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്യാംജിത്തും ഉൾപ്പെടെയുള്ള സംഘം ആംബുലൻസ് കിടന്നിരുന്ന നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയിലേക്ക് എത്തിച്ചത്. ഇത് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ കാഴ്ചയല്ല, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. കഴിഞ്ഞ 24 വർഷമായി ഇവർക്ക് ഒരാവശ്യമേയുള്ളൂ: തങ്ങളുടെ നഗറിലേക്ക് വാഹനം എത്തുന്ന ഒരു റോഡ് വേണം. 2002 മൂലേപ്പാടം പാലക്കയം വഴി അമ്പുമല നഗറിലേക്ക് വനത്തിലൂടെ ഉണ്ടായിരുന്ന റോഡ് ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നിരുന്നു. ഇതോടെയാണ് അമ്പുമല നഗർ ഒറ്റപ്പെട്ടത്. കലക്ടറും MLAയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുമെല്ലാം എത്തി റോഡും കുറുവൻ പുഴയ്ക്ക് കുറുകെ പാലവും വാഗ്ദാനം നൽകി മടങ്ങി. എന്നാൽ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ആദിവാസി ക്ഷേമത്തിനായി കോടികൾ ചെലവഴിക്കുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും പട്ടികവർഗ വകുപ്പും മനസ്സുവെച്ചാൽ സ്വകാര്യ ഭൂമി വില നൽകി വാങ്ങി ഇവർക്ക് ഒരു വാഹനം എത്തിക്കാനുള്ള റോഡ് നിർമ്മിക്കാൻ കഴിയും. അതിന് അധികൃതർ കണ്ണു തുറക്കുക തന്നെ വേണം. ഇവരും എല്ലാ അവകാശങ്ങളുമുള്ള മനുഷ്യരാണെന്ന കാര്യം മറക്കാതിരിക്കുകയും വേണം. ഇന്നലെ മരണപ്പെട്ട ചെറിയ ചെമ്പന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇന്ന് അമ്പുമല നഗറിലേക്ക് കൊണ്ടുവരുമ്പോഴും 2 കിലോമീറ്റർ ചുമന്നാണ് നഗറിലെ ശ്മശാനത്തിൽ എത്തിച്ചത്. എ+ വിഷൻ, ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.